അധ്യാപകൻ ഒരു സ്ഥിരം ചോദ്യം ചോദിച്ചു, നിങ്ങളൊക്കെ ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന്. ഒരാൾ ഡോക്ടർ എന്ന് പറയും, അടുത്തയാൾ എഞ്ചിനീയർ എന്ന് പറയും. ഞാൻ പറഞ്ഞത് എനിക്കൊരു പത്രപ്രവർത്തകൻ, ജേർണലിസ്റ്റ് ആകണം എന്ന് പറഞ്ഞു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ തനതായ നിലപാടിലൂടെ എഴുത്തിലും രാഷ്ട്രീയത്തിലും സാംസ്കാരിക രംഗത്തും വേറിട്ട സ്ഥാനം നേടിയ ആൾ. നിയമപണ്ഡിതനും മാധ്യമ വിദഗ്ധനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ അനുഭവ വിവരണമാണിത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമുള്ള കാലം സർക്കാരിനെ അലോസരപ്പെടുത്താത്ത രീതിയിൽ ഇല്ലാത്ത സംഭവങ്ങളെ വാർത്തകളാക്കി റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേടിലായിരുന്നു ഞങ്ങൾ. അക്കാലത്താണ് ഒരു വിചിത്ര ജീവിയെ ആറ്റിങ്കലിനടുത്ത് നിന്ന് കണ്ടെത്തി എന്നൊരു വാർത്ത വരുന്നത്. ബാല്യകാലത്തെ രസമുള്ള സ്മരണകൾ. അമ്മച്ചി ഉപയോഗിച്ചിരുന്ന ഒരു ഹാർമോണിയം ഉണ്ടായിരുന്നു, ചെറിയ ഹാർമോണിയം. പക്ഷെ അമ്മച്ചി അങ്ങനെ ഹാർമോണിയം വായിക്കുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങളെ ആരും ഹാർമോണിയം വായിക്കാൻ പഠിപ്പിച്ചിട്ടുമില്ല. ആ ഹാർമോണിയത്തിൽ ആദ്യമായി വിരൽ സ്പർശിച്ച വ്യക്തി ജെറി അമൽദേവാണ്. കലാ സാംസ്കാരിക രംഗങ്ങളിൽ എറണാകുളത്തിന്റെ ഇന്നലകൾ. ഈ ജോൺ ബോൾ, കിത്തോ, അങ്ങനെ കുറെ പേരുടെ ഒരു കൂട്ടായ്മ ഈ കവലയിൽ, MG റോഡ് കവലയിൽ എന്ന് പറയുന്നത് പോലെ തന്നെ കേരള ടൈംസ് ഓഫീസിലും രൂപപ്പെട്ടു. അന്ന് ഈ ജോൺ ബോളിന്റെ പ്രത്യേകത ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നത്, സൺഡേ സപ്ലിമെന്റിലേക്ക് ഒരു ലേഖനം വേണം എന്ന് വെള്ളിയാഴ്ച വൈകിട്ട് പറഞ്ഞാൽ ശനിയാഴ്ച നേരം വെളുക്കുമ്പോൾ ആ ലേഖനം ഓഫീസിലുണ്ടാവും. ജീവിത വഴിയിൽ കണ്ടുമുട്ടിയ വ്യക്തികൾ. ഇപ്പോൾ പറഞ്ഞാൽ പലർക്കും ഒരു വിശ്വാസം വരില്ല. പ്രേം നസീർ ഉൾപ്പെടെ ഞങ്ങളുടെയൊക്കെ ഓഫീസുകൾ വല്ലപ്പോഴുമൊക്കെ സന്ദർശിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാതമായ ഒരു ഗിഫ്റ്റുണ്ട്. ഞങ്ങളെയൊക്കെ എഴുത്തുകാരെ, പത്രക്കാരെയൊക്കെ കാണുമ്പോൾ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പേന ഊരിയെടുത്ത് ഞങ്ങൾക്കൊക്കെ തരുമായിരുന്നു. മറക്കാനാവാത്ത അനുഭവങ്ങൾ. എനിക്കൊന്ന് സമൃദ്ധമായ തലമുടി ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പെരുമാറിയപ്പോൾ ഏതാണ്ട് സത്യസായി ബാബയുടെ ഒരു അപ്പിയറൻസ് വന്നു. പിന്നെ ഭസ്മം, മണി, വിളക്ക് ഒക്കെ ആയിട്ട് ഭജന ആലപിച്ചുകൊണ്ട് ഞങ്ങൾ ജസ്റ്റിസ് ഏറാടി ഇരിക്കുന്ന വേദിയിലേക്ക് ചെന്നു. ഭസ്മം വിതറി. ജഡ്ജിയുടെ നേർക്കാണ്. മുൻ MP-യും മുൻ MLA-യും എഴുത്തുകാരനും അഭിഭാഷകനുമെല്ലാമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നു. ചരിത്രം എന്നിലൂടെ സഫാരി TV ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30. പിന്നെ സഫാരി TV യൂട്യൂബ് ചാനലിലും.